എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനേ അപ്പോൾ വന്ന് ചായ ഇട്ട് കുടിച്ച് പിന്നെ ഉള്ളിവട ഉണ്ടാക്കി കേട്ടോ. സൂപ്പർ ഉള്ളിവടയായിരുന്നു. പക്ഷേ ഞാൻ ഉള്ളിവട നിങ്ങളെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ആ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങളെ കാണിക്കണ്ടായിരുന്നു. ഞാൻ വിയർത്ത് കുളിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഞാനിപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് നല്ല കിടുക്കാച്ചിയൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, കിടുക്കാച്ചിയാണ്. അത് ഇടുമ്പം നിങ്ങൾ എല്ലാ വീഡിയോസും ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ഫേമസ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒരാളിൻ്റെ അങ്ങോട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ചെറിയ ചേഞ്ചസൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറയണം ആരുടെ വീഡിയോ ആണെന്ന്. അപ്പം നമുക്ക് എല്ലാവരുടെയും വീഡിയോസ് നമ്മൾ കാണണം. പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് മുഖേന എന്താ ഉണ്ടാകുന്നതെന്നറിയാമോ? അതിനകത്തെ ചില ടിപ്സും ട്രിക്കുകളും പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മളെപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. ഓക്കെ, ചെറിയ ഒരുപാട് പച്ചക്കറികളൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ വെക്കുന്നതെന്ന് കാണാം. അരിയാട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാത്രിത്തേക്ക് കഴിക്കുന്ന ഉഴുന്ന് ഒരു കൂടുതലിട്ടിട്ടാണ് നമ്മളിവിടെ ആട്ടുന്നത്. കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കാനും സാമ്പാറുണ്ടാക്കാനും മെയിനായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ സാമ്പാറുണ്ടാക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ബന്ധുവാണ് ഇന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് പ്ലേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇനി ഞാൻ പ്ലേറ്റ് ചെയ്തും കാണിക്കും. ഓക്കെ, എപ്പോഴും അവർ നോക്കിയിരിക്കും, ലാസ്റ്റ് വരെ നോക്കിയിരിക്കും, പക്ഷെ അത് കാണത്തില്ലെന്ന്. ഓക്കെ, എനിക്ക് ഫ്രണ്ടിലതാണ്ട് ക്യാമറയുടെ ലൈറ്റ് വന്ന് നല്ല വെട്ടം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ അടുത്തോട്ടായി. വെളിയിലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ നല്ല വെട്ടം കിട്ടുന്നില്ല, ഇരുട്ടായില്ലേ. അപ്പം നമുക്ക് പോകാം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കാത്ത് കിടക്കുന്നുണ്ട്. കുട്ടികൾ ഹായ് അലൻ, ഹായ് ഹായ്. അവൾ നല്ല റെസ്പോണ്ട് ചെയ്യും കേട്ടോ. വേറൊരാൾ കിടക്കുന്നത് കാണിച്ചു തരാം ഞാൻ. ഹായ് ജൂലം, ഹായ് ജൂലം. ഒരു പിണക്കം എപ്പോഴും അവളുടെ അടുത്ത് അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി നമ്മൾ. അതിൽ കഴിഞ്ഞ് വേറെ ഒരു കാര്യവും ഇല്ല. ജൂലം, ജൂലിക്കുട്ടി, സുന്ദരിക്കുട്ടിയാണോ ജൂലി? ആ, നല്ല സുന്ദരിയാണല്ലോ അമ്മച്ചിയുടെ മോള്. അമ്മച്ചിയുടെ വാവ സുന്ദരിയാണോ? ആ, ജൂലിക്കുട്ടി. അവൾക്ക് പിണക്കമാണ് കണ്ട. നമ്മൾ എല്ലാൻ്റെ അടുത്ത് സംസാരിച്ചാൽ അവൾക്ക് കൂടുതൽ പിണക്കമാണ്. അപ്പം നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് തുവരപ്പരിപ്പാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കും. വേറൊന്നുമല്ല, നമ്മുടെ ഉഴുന്ന് പരിപ്പ്. കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കും, നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പം പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ഈ വേണമെങ്കിൽ നമ്മൾ ഉഴുന്ന് പരിപ്പ് വെച്ചിട്ട് ഈ ഒരുപാട് എഫക്റ്റ് ചെയ്യത്തില്ല. ഈ തുവരപ്പരിപ്പിൻ്റെ അത്ര ഗ്യാസ് വരത്തില്ല. കുറച്ച് നമ്മൾ ഉഴുന്ന് പരിപ്പോട് ഇടുന്നുണ്ട്, അപ്പം നല്ലത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കുന്നവർ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാൻ കായപ്പൊടി അല്ലാത്തത് കൊണ്ട് ഇത് പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഒരു കുറച്ച് കായത്തിൻ്റെ കട്ടയും കൂടെ ഉണ്ട്. ഞാൻ കൂടുതലും സാമ്പാറും രസവും വെക്കുമ്പം കായത്തിൻ്റെ കട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കായക്കല്ല്, ചിലർ കായക്കല്ലെന്ന് പറയും, കട്ടയെന്ന് പറയും. പൊടിയല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഉപ്പ് ചേർത്ത് വയ്ക്കാം, പച്ചമുളക് ചേർക്കാം, അവരുടെ ഇഷ്ടം. പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ഇത് വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റേതായ എരി വരും.
എരി കൂടുതൽ ഇഷ്ടമുള്ളവർ പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കായക്കട്ടയും കൂടി ഇട്ടാണ് ഇത് നമ്മൾ വേവിക്കുന്നത്. ഓക്കെ, ഒരു 3 വിസിലേ ഞാൻ കേൾപ്പിച്ചോളൂ. കറക്റ്റ് 3 വിസിൽ. 3 വിസിൽ കേട്ടപ്പം കറക്റ്റായത്. നന്നായിട്ട് പരുവത്തിന് വെന്ത്. നന്നായിട്ടെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ എനിക്ക് വേണ്ടുന്ന പരുവത്തിൽ, ഞാൻ ഈ സാമ്പാർ വെക്കുന്നതിൻ്റെ പരുവത്തിൽ വെന്ത്. അപ്പം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുത്ത് നമുക്ക് പച്ചമുളക് കായക്കട്ടയിട്ട്, ഞാൻ പറഞ്ഞല്ലേ പച്ചമുളക് വേണമെന്നവർക്ക് ഇടാം. കാരണം എരി കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഇനി നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ കേൾപ്പിക്കാം. ഈ ആവി ഇച്ചിരി അങ്ങോട്ട് വന്നതിന് ശേഷം ഈ വെയിറ്റ് ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇടാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ കുക്കറിന് വലിയ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ അപ്പോഴേ ഇട്ട് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഇച്ചിരി ഒരു ആവി ഈ ഹോളിൽ കൂടെ പുറത്ത് വരുമ്പോൾ മാത്രം നമ്മുടെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട്. ആവി വന്നല്ല 3 വിസിൽ കയറ്റി മാറ്റി വെച്ച്. ഇനി ഇതിനകത്താണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കടായി, അതിനകത്ത് നമുക്ക് കടായി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കിംഗ് ഫുള്ളും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പൊരിക്കാനും എടുക്കാനും ഒക്കെ ആണെങ്കിൽ അല്ലാത്ത റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ ഇരുമ്പ് കടായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല സാമ്പാറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറായിരുന്നു. എനിക്ക് കോരി കുടിക്കാൻ തോന്നിയത്. ആദ്യം നിങ്ങളിത് കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഞാൻ ആദ്യത്തെ സമയത്ത് എനിക്ക് ടേസ്റ്റ് ഒന്നങ്ങ് നോക്കിക്കോളാൻ വയ്യ, വായൊക്കെ പൊള്ളിപ്പോയെൻ്റെ. അത് ഞാൻ കട്ട് ചെയ്യും കേട്ടോ ഇപ്പം. അപ്പം നമ്മുടെ ഇരുമ്പേട്ടി ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളമയവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒന്ന് വറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്ന കണക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. എണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പ്യുവർ വെളിച്ചെണ്ണ ഇത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുന്നതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു സ്പൂണിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഞാൻ 3 സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, സവാള ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തക്കാളി. ഓക്കെ, പച്ചമുളക് ഇടുന്നില്ല ഞാൻ, പകരം വറ്റൽമുളക്. ആദ്യം നമ്മുടെ ചെറിയ ഉള്ളിയും 2-3 പീസ് വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് നമ്മളെന്ത് ചെയ്യണമെന്നറിയാവോ? ചുമന്നുള്ളിയാണെങ്കിൽ പീസാക്കരുത്, പീസാക്കാതെ വഴട്ടണം. വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ തന്നെ ഇടണേ, ഇഞ്ചി വേണ്ട. അപ്പം ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയുമായിട്ട് ഇച്ചിരി ഒന്ന് വഴണ്ട് വരുമ്പോഴേ മാത്രം അടുത്ത ഇൻഗ്രീഡിയൻ്റ് കറിവേപ്പില പൊയിപ്പിച്ച് കൊണ്ടുവന്നേ. നമുക്ക് കറിവേപ്പില ഇല്ലാത്ത കാര്യമുണ്ട്. കറിവേപ്പില ഇല്ലാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെ ഇച്ചിരി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് വരും ഇപ്പം കേട്ടോ, കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ. അപ്പം ഈ ഉള്ളിയും ഉള്ളിയും ആ വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ സവാള കുനുകുനാന്നരിഞ്ഞത് ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് അതും കൂടെ, അതായത് ഞാൻ ഈ ചെറുതായിട്ട് അരിഞ്ഞെന്ന് വെച്ചാൽ മറ്റേ ചെറിയ ഉള്ളിയുടെ അതേ വലിപ്പം വരാൻ വേണ്ടിയിട്ടാണ് അത് ചെറിയതായിട്ട് അരിഞ്ഞത്. സ്ക്വയർ പീസസായിട്ട് കുഞ്ഞി സ്ക്വയർ പീസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് രണ്ടും കൂടെ നല്ല ഒരു വിധം ഒന്ന് വഴളണം. ഓക്കെ, നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേകാൻ വേണ്ടിയിട്ടേ ഒരു പരുവമുണ്ടല്ലോ, അതേ രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മങ്ങി വരുമ്പം നമുക്ക് വേറൊരു സാധനം വെച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് എണ്ണമയെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പം.
ഇത്രയും വഴറ്റുമ്പോൾ തന്നെ ആ സവാളയുടെയൊക്കെ മാറും. പിന്നെ നമുക്ക് ദാണ്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കുനുകുനാന്ന് അരിഞ്ഞ തക്കാളിയും ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് വേവണം. ഇതിനകത്ത് ഈ മൂപ്പിക്കുന്ന സമയത്ത് തക്കാളി നല്ലൊന്ന് വെള്ളണം കേട്ടോ. വഴണ്ട് എല്ലാം ഒരു പരുവം, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണേ. ഒന്ന് പരുവാകുമ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മുടെ പരിപ്പ് വേവിച്ചത്. ഓക്കെ, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയുടെക്കാളും കൂടുതൽ മല്ലിപ്പൊടി. അത് നിങ്ങൾ സാമ്പാറിന് ചേർക്കുന്ന അതേ അത്രയും തന്നെ ഇട്ടാൽ മതി. പക്ഷേ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതാത് സമയങ്ങളിലാണ് ഇടേണ്ടുന്നത് കേട്ടോ. അങ്ങനെ സമയം തെറ്റിയെന്നും പറഞ്ഞാൽ അത്ര അങ്ങ് ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല. പക്ഷേ എല്ലാം ഒരേ രീതിയിലാവും ഇങ്ങനെ വഴറ്റിയാൽ. അപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണ്ട മല്ലിപ്പൊടി അതേ സ്പൂണിൽ ഒരു 1.25 കുമിച്ചെടുക്കുകയെന്ന് വെച്ചാൽ തുളുമ്പൈ അതും കൂടെ ഒന്ന് വഴറ്റി. പിന്നെ അതേ സ്പൂണിൻ്റെ വെച്ച് തന്നെയാണ് നമ്മൾ മുളക് പൊടി എടുക്കുന്നത് കേട്ടോ. അതേ സ്പൂൺ മുളക് പൊടി എടുത്താണ്ട. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണേ എടുത്തോളാം. അതിൻ്റെ കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും അങ്ങോട്ട് നന്നായിട്ട് ആ പച്ചമണം, നമ്മുടെ ഈ മസാല ഐറ്റംസ് ഇട്ടതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. ആ ഒരു പച്ചക്കുത്ത് വരികയേ ചെയ്യരുത്. നന്നായിട്ടതിനെ ശരിക്കും ആ പീസസിനകത്തൊക്കെ അങ്ങ് ആവും. നല്ല എണ്ണമയം തെളിഞ്ഞതുപോലെ വരും. ആ പരുവത്തിൽ വേണം നമുക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നില്ലേ, പരിപ്പിനകത്ത് പച്ചമുളകും വേണമെങ്കിൽ ഇട്ട് വേവിക്കാം. പക്ഷേ അത് എരി കൂട്ടുന്നവർ മാത്രമാണ്. കാരണം ആ പരിപ്പ് വേവുന്ന സമയം ആ പച്ചമുളകും അതേപോലെ വെന്തുടയും. അപ്പോൾ എരി ഫുള്ളും അതിനകത്ത് പിടിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് പിന്നെ അത്ര എരി പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ പരുവത്തിൽ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന കണ്ട. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. ഈ പരുവാണ്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല വാടിയിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും കൊച്ചുള്ളി, സവാളയും വലിയ ഉള്ളി, സവാളയും കൊച്ചുള്ളി, അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒരേ പരുവത്തിലായിട്ടുണ്ട്. ഇനി ഏതിനകത്ത് വെച്ചാണോ വേവിച്ച് അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒരു സാധനം കൂടെ, 2 സാധനവും കൂടെ ഇനി നോക്കിക്കോണം. ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലേശം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് തക്കാളി ചേർത്തു എന്നും പറഞ്ഞ് ആവശ്യത്തിനുള്ള പുളി ആവത്തില്ല. ഓക്കെ, തക്കാളിയുടെ ഒരു ഫ്ലേവർ വേറെയാണ്. പക്ഷേ തക്കാളി ഇടുന്നത് നല്ലതാണ്. ഇനി വേണ്ടുന്ന ഉപ്പും വേണ്ടുന്ന പുളിയും ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് അതിനെ തിളപ്പിക്കണം. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ. ഇനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് നല്ല തിളച്ച് വാങ്ങാറായി വരുമ്പം കുറച്ച് കറിവേപ്പിലയും പുളിവെള്ളം ഒഴിച്ച് കണ്ട. കുറച്ച് ഒരു നുള്ള പുളിയേ ഞാൻ എടുത്തോളൂ. ഒരു ഗോലി എങ്ങനെയുണ്ടോ അത്രയേ എടുത്തോളൂ. അപ്പോൾ അത് വെച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുമ്പം ഒരുവിധം, നമ്മൾ സാമ്പാറിന് ഒത്തിരി അങ്ങ് പുളിയായാൽ കൊള്ളത്തില്ല കേട്ടോ. ഇത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സാമ്പാറാണ്. ഓക്കെ, അപ്പം കറക്റ്റിന് ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ പോന്ന് പോരാത്ത ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് പരുവപ്പെടുത്തിയെടുക്കണം. കൂട്ടത്തിൽ നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. കണ്ട, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർത്തേക്കുന്നത്. പച്ചക്കറി എന്ന് പറയുന്ന ഒരു സാധനം അധികം ഇട്ടിട്ടില്ല. ആകെ ഇട്ടതെന്ന് പറഞ്ഞാൽ ഉള്ളിയും വെളുത്തുള്ളിയും, സവാളയും കൊച്ചുള്ളിയും വലിയ ഉള്ളിയും, പിന്നെ കണ്ടല്ല ചേർത്ത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ മക്കളെ നല്ല ടേസ്റ്റായിരുന്നു ഇത്. നമ്മൾ ഇഡ്ഡലി സാമ്പാർ തിന്നുന്നതെന്ന് വെച്ചാൽ കുടുവം പാത്രത്തിനകത്ത്, അതായത് കുഴിഞ്ഞ പാത്രം ഉണ്ടോ, സൂപ്പർ ഞാൻ കാണിക്കുന്നുണ്ട്. കറക്റ്റ് ഉപ്പും പുളിയായിരുന്നു. ഞാൻ അധികം ഉപ്പ് നോക്കാറില്ല. നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് നോക്കുന്നത്. നമുക്കൊരുവിധം കുറേ വർഷങ്ങളായിട്ട് വെച്ച് വരുന്നവർക്ക്
ഉപ്പ് നോക്കാതെ അതിൻ്റെ ഉപ്പിനെക്കുറിച്ച് പറയാൻ പറ്റും. നല്ല സൂപ്പർ സാമ്പാറായിരുന്നു. ഇത് കണക്ക് നിങ്ങൾ വെച്ച് നോക്കുക. നല്ല മണം, നല്ല ഗുണം എല്ലാം ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നതാണ്. നമ്മുടെ സാമ്പാറിൻ്റെ പണി തീർന്നു, അടച്ച് വെച്ച്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ വെച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി സാമ്പാറായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച്. നമ്മുടെ ഇഡലിയും റെഡിയായി. ഇനിയാണ് ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അയ്യോ എൻ്റെ അതിനകത്തായി. ഓക്കെ, എനിവേ നമുക്ക് ഒന്ന് പകർന്ന് കാണിക്കാം നിങ്ങളെ. ഓക്കെ, പകർന്ന് കഴിക്കുന്നുണ്ട്. ഇതേ കുടുംബം പാത്രത്തിനകത്ത് ഞാൻ ഇഡലി ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ തിന്നും കൂടെ കാണിക്കുക. അത്ര ഉള്ളത്തില്ലല്ലോ. അപ്പം തിന്ന് കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടെ അങ്ങ് മാറിക്കിട്ടും. കുറേ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ആണെന്നല്ല, നമ്മുടെ ഇവിടെ സാമ്പാറിൻ്റെ കളറൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ ഉപ്പ് നോക്കുന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് വീണ്ടും വീണ്ടും കോരി 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 ഇങ്ങനെ കുടിക്കാൻ തോന്നി. സൂപ്പർ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, സൂപ്പർ. എൻ്റെ മാസ്റ്റർ പീസാണത് കേട്ടോ. നല്ല സാമ്പാറായിരുന്നു, നല്ല സാമ്പാർ, അടിപൊളി. അപ്പോൾ ഇതേ കണക്ക് നിങ്ങളെല്ലാവരും വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ. നല്ല സാമ്പാറായിരുന്നു കേട്ടോ, സൂപ്പർ സാമ്പാർ. ഞാൻ ഇഡലിയും സാമ്പാറും കഴിച്ച് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇഷ്ടം. ഈ സാമ്പാർ കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാമല്ലോ അതിനകത്ത് നോക്കുമ്പം. ഓരോ പ്രാവശ്യവും എത്ര ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ടെന്നും എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പം ഷെയർ ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.